കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗോമതിയുടെയും ബാലന്റെ ഒക്കെ വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ദേവമംഗലത്തേക്ക് ശ്രീകല ഉദയഭാനും ഒക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേങ്കിൽ അവര് വന്നതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഉദയഭാനു ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകലെ വീട് കാണിക്കാനായിട്ട് മീനാക്ഷി അങ്ങോട്ട് കൊണ്ടുപോകണം. ആ സമയം ഉദയഭാനുവിനോട് ബാലൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ, എങ്ങനെ പോണെന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും ഉദയഭാനു ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പെട്ടെന്ന് പറഞ്ഞു, ബിസിനസ്സോ, എന്ത് ബിസിനസ് എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയും ബാലും പരസ്പരം നോക്കുക. ഇതെന്താ ഉദയഭാനു സാർ ഇങ്ങനെ പറയണേ, വലിയ ബിസിനസ്സുകാരനാണ്, പിന്നെ എന്ത് ബിസിനസ് എന്നൊക്കെ. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അല്ല സാറിന്റെ ബിസിനസ്, ഓ ആ ബിസിനസ്, ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അല്ലെങ്കിലും ഈ ബിസിനസ്സും കാര്യങ്ങളൊന്നും എപ്പോഴും ഞാൻ തലയെ കൊണ്ടു നടക്കാറില്ല. ബിസിനസ് ഒക്കെ അതിന്റെ വഴിക്ക് വിടും. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ അതിന് മാത്രമേ സമയമുള്ളൂ. പിന്നെ അതൊക്കെ പിന്നെ എന്റെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കിക്കോളും. പിന്നെ അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ഈ കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് ഞാൻ അതിലിങ്ങനെ എൻഗേജഡ് ആയിട്ട് പോകുന്നോണ്ട് ബിസിനസിന്റെ കാര്യത്തില് ഇത്തിരി ഞാൻ പുറകോട്ട് മാറി നിൽക്കുവാന്ന് പറയാം. ബാലൻ പറഞ്ഞു, അല്ല അത് പിന്നെ കല്യാണം എന്ന് കരുതി ബിസിനസ്സും കാര്യങ്ങളും ഒന്നും പുറകോട്ട് വരേണ്ട കാര്യമില്ലെന്ന് പറയാം. അങ്ങനെയല്ല ബാലനറിയാലോ, എനിക്ക് 2 മക്കളേ ഉള്ളൂ. അവരെ ഞാൻ പൊന്നു പോലെ ഇത്രയും കാലം നോക്കി പരിപാലിച്ചു കൊണ്ടിരുന്നേ. അപ്പൊ അവളുടെ മൂത്ത മോളുടെ കല്യാണം, അപ്പൊ അവൾക്ക് വേണ്ട രീതിയിൽ അത് നടത്തിവിടേണ്ട എന്റെ കടമയല്ലേ. അപ്പൊ അതുകൊണ്ട് ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ മാറി നിൽക്കുക. അതൊക്കെ പിന്നെ അങ്ങോട്ട് അതിന്റെ രീതിക്ക് മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഗോമതിക്കും ബാലനും എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. കാരണം മക്കളുടെ കാര്യത്തില് ഇത്രമാത്രം ഉത്കണ്ഠകുലന ഒരു അച്ഛനാണല്ലോ ഉദയഭാനു എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയം ശ്രീകലയും കൊണ്ട് മീനാക്ഷി മുറിയെല്ലാം കാണിച്ചു കൊടുക്കണം. മുകളിലേക്കൊക്കെ പോയി അങ്ങനെ അവിടെ എല്ലാം കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശ്രീകലയെ കൊണ്ട് ആദ്യം ആകാശിന്റെ മീനാക്ഷിയുടെ മുറിയെ കാണിക്കണം. ഇത് ഞങ്ങളുടെ മുറിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുറിയിലേക്ക് കയറി നോക്കി. മുറിക്കുന്ന അത്ര വലിപ്പം പോരല്ലേ, അത്ര സൗകര്യങ്ങളൊന്നും പോരല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് കിടക്കാനായിട്ട് ഈ മുറി ധാരാളം മതി ആന്റി എന്ന് പറയാം. മീനാക്ഷി വിട്ടുകൊടുക്കോ? കാരണം മീനാക്ഷിക്കറിയാം അല്ലെങ്കിൽ തന്നെ ഇത്രയും പൊങ്ങി വർത്താനം പറയുന്ന ആളാണ് ഈ ശ്രീകലയെന്ന്. അപ്പൊ അവരുടെ ആ പൊങ്ങി വർത്താനത്തിന് എന്താ 2 പെട കൊടുക്കാനായിട്ട് മീനാക്ഷിക്ക് കിട്ടിയ അവസരം മീനാക്ഷി പാഴാക്കില്ല. അത് മീനാക്ഷി നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. അതൊക്കെ നന്നായിട്ട് ശ്രീകലയ്ക്കും അറിയാം. ഇവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൾ അതേ കയറി പിടിക്കൂ എന്നുള്ള കാര്യം നല്ല ഉറപ്പുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെയാണ് ശ്രീകല സംസാരിക്കുന്നത്. പിന്നീട് ആരിന്റെ മീനാക്ഷിയുടെ മുറി കാണിച്ചു കൊടുത്തു, എല്ലാവരുടെ മുറിയെ കാണിച്ചു കൊടുത്തു. പക്ഷേങ്കില് ആനന്ദിന്റെ മുറി മാത്രം കണ്ടില്ല. ഈ സമയം ശ്രീകല ചോദിച്ചു, അല്ല ആനന്ദിന്റെ മുറി ഏതാന്ന് ചോദിക്കുക. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ആനന്ദേണ്ണന് പ്രത്യേകിച്ച് മുറിയില്ല എന്ന് പറയണേ. മുറിയില്ലേ? അതെ, അവര് ടെറസിലാ കിടന്നുറങ്ങണേന്ന് പറയാം. ധർമ്മമാമനും ആനന്ദേണ്ണനും കൂടെ അവര് ആന്റെ മിത്രയുടെ മുറിയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ആന്റെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ആ മുറി അവരെടുത്തു. പിന്നീട് ധർമ്മമാവനും ആനന്ദേണ്ണനും ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങണേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്ത്രീകൾ ചോദിച്ചു, അപ്പൊ ഒരു മുറി പോലും ഇല്ലേ ആനന്ദിന് ഇവിടെ സ്വന്തമായിട്ടെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് ഇത്രയും വലിയ വീടാകുമ്പോ മക്കൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് മുറിയൊക്കെ കാണുന്നു. ഈ സ്വന്തമായിട്ട് മുറി പോലും ഇല്ലാത്ത ഈ വീട്ടിലേക്ക് എന്റെ മോളെ ഞാൻ എങ്ങനെയാ കെട്ടിച്ചു വിടുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞ്, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു പക്ഷെ ആരുടെയും മുറി കൊടുക്കുമായിരിക്കും. ആരുടെ മുറി കൊടുക്കാനായിട്ട്? ഒരു മുറി പോലും ഇല്ലാത്ത വീട്ടിലേക്ക് എന്റെ മോളെ ഞാൻ എങ്ങനെ കെട്ടിച്ചയക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ശ്രീകല പരിഭവപ്പെടുവാണ്. ഇത് കേട്ടത് മീനാക്ഷിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കുറച്ച് സമയം കൂടെ ഒക്കെ അവിടെയൊക്കെ നോക്കണമെന്ന് കണ്ടു. എന്തോ ശ്രീകലയ്ക്ക് ഒരു അതൃപ്തി ഉള്ള പോലെ മീനാക്ഷിക്ക് തോന്നുവാണ്, അവർക്ക് ഇഷ്ടപ്പെടായി ഉള്ള പോലെ. പിന്നീട് താഴേക്ക് വരുവാണ്. ഈ സമയത്ത് ബാലനും ഗോമതിയും ഉദയഭാനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദയഭാനുടെ ബിസിനസ്സും കാര്യങ്ങളെക്കുറിച്ചും ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. ഈ സമയം ഉദയഭാനു നല്ല രീതിയിൽ തന്നെ ബെഡായി അങ്ങോട്ട് തട്ടിവിടുവാണ്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ബാലനും ഗോമതിയെല്ലാം അത് വിശ്വസിക്കുകയും ചെയ്തു. അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ശ്രീകലയോട് ഉദയഭാനു ചോദിച്ചു, എങ്ങനെയുണ്ട് ശ്രീകല, വീടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. ഇത് കേൾക്കാണ്ട് താമസം. ശ്രീകല പറഞ്ഞു, വീടും ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? ഞാൻ മോളോട് എങ്ങനെയെന്ന് പറയണേ? ആനന്ദിന് സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല. ആനന്ദ് ടെറസിന്റെ മുകളിൽ കിടന്നുറങ്ങണേന്നുള്ള സത്യം മോളോട് ചെന്ന് എങ്ങനെ പറയണേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗോമതിയുടെയും ബാലിന്റെയും മുഖം മാറി. കാരണം അവർ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല. നീ എന്താ ശ്രീകലെ പറയണേ? ആനന്ദിന് മുറിയില്ലാന്നാ? അതേ ഉദയേട്ടാ, ആനന്ദ് ടെറസിന്റെ മുകളിൽ കിടക്കണേന്നാ പറഞ്ഞേ. ഇത് കേട്ടതും ഉദയഭാനു ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവാൻ ബാല? എന്റെ മോളെ അറിയാലോ, അത്ര വലിയ സുഖ സൗകര്യത്തിൽ കഴിയുന്ന എന്റെ മോള്
അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ടെറസിന്റെ മുകളിലേക്ക് കിടത്താനാണെന്ന് ചോദിക്കും. ഇത് കേട്ടൻ ഗോമതി അയ്യോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പിന്നെ എങ്ങനെ ഉണ്ടാവും? ഇവിടെ മുറിയുള്ള ഇല്ലാലെന്നല്ലേ പറഞ്ഞേ. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു അതോർത്ത് ഉദിഭാനു സാറ് പേടിക്കണ്ട, ആ കാര്യത്തില് ഞങ്ങളൊരു തീരുമാനം എടുത്തോളാം പറയും. ഇതേ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കരുത് കേട്ടോ ബാല. നിങ്ങൾ വലിയ വലിയ കല്യാണാലോചനകൾ അവൾക്ക് കുറെ വന്നതാ. പക്ഷേങ്കില് അതൊന്നും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, വലിയ വലിയ വീട്ടിലേക്ക് പോകാൻ അവൾക്കോ അല്ലെങ്കിൽ പറഞ്ഞുവിടാൻ ഞങ്ങൾക്കോ താല്പര്യമില്ല. ഞങ്ങൾക്കൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിപ്പിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ബാലിനുമായിട്ടുള്ള ബന്ധം സ്വീകരിച്ചതന്നെ. പിന്നെ ബാലിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ബാലിന്റെ മകനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം. പക്ഷെ എന്റെ മോൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടോ ഗോമതി പറഞ്ഞേ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല, ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. ആനന്ദിനും ശ്രീദേവിക്ക് ഉറപ്പായിട്ട് ഒരു മുറി ഈ വീട്ടിലുണ്ടായിരിക്കും എന്ന് പറയാം. ബാലൻ പറഞ്ഞു ഞാനല്ലേ വാക്ക് പറയണേ. ബാലൻ വാക്ക് പറഞ്ഞ സാറിന് വിശ്വാസം ഇല്ലെന്ന് നിൽക്കുക. ബാലൻ വാക്ക് പറഞ്ഞ എനിക്ക് പിന്നെ വിശ്വാസമാണെന്ന് പറയണം. അങ്ങനെ അവർ കുറച്ച് സമയം സംസാരിക്കുന്ന സമയത്ത് ശ്രീകല വീടൊക്കെ കൊള്ളാം, പക്ഷേ എങ്കിൽ അത്രയ്ക്കും കൂടെ പോരാ, ഒന്നുകൂടെ ഒന്ന് മോടി പിടിപ്പിക്കാനുണ്ടെന്ന് പറയണം. ഇതായിട്ട് ഉദയഭാനു പറഞ്ഞു അത് ശരിയാ, കല്യാണമൊക്കെ അല്ലേ ബാലൻ നിൽക്കണം. ബാലൻ പറഞ്ഞു ഒന്ന് മോടി പിടിപ്പിക്കണം, എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ടെന്ന് പറയണം. അങ്ങനെ കുറെ സമയങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവരങ്ങോട്ട് ഇറങ്ങുന്നത്. എന്നാൽ ശരി പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങണം. അവരിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു എന്തൊരു ജാട അഹങ്കാരം അവർക്ക്, എനിക്ക് അവിടെ സംസാര രീതി ഒന്നും പിടിച്ചിട്ടില്ല എന്ന് പറയണേ. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അവരൊക്കെ വലിയ കാശുകാരല്ലേ മോളെ, അപ്പൊ ആ രീതിക്കല്ലേ സംസാരിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുണ്ടോ, പണം ഉണ്ടെന്ന് ഓർത്തോണ്ട് എന്ത് കുങ്കാന്ന് ചോദിക്കാം. ബാലൻ പറഞ്ഞു അതെ അവരായതുകൊണ്ട് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, ഒന്ന് ഓർത്ത് വയ്ക്കേ. കാരണം പെണ്ണ് വീട് കാണാനായിട്ട് അല്ല ചെറുക്കൻ വീട് കാണാനായിട്ട് ആദ്യമായിട്ട് വന്നതാ. അങ്ങനെ വന്നു കഴിയുമ്പം പെണ്ണിനെ ഇങ്ങോട്ടാ കെട്ടിച്ചു വിടുന്നത്. ചെറുക്കന് സ്വന്തമായിട്ട് മുറി പോലും ഇല്ലെന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും ഏത് കാണുന്നമാരെ എങ്ങോട്ട് പറഞ്ഞുവിടാൻ തയ്യാറെന്ന്. അതും ടെറസിന്റെ മുകളിലെ ചെറുക്കൻ കിടക്കുന്ന അറിഞ്ഞു കഴിയുമ്പോ ഗോമതി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും ബാലേട്ടാന്ന് ചോദിക്കാം. അതിനൊരു മാർഗമുണ്ട്, ഒരു മുറി കൊടുത്താൽ പോരെ അവർക്ക്, മുറിയുടെ പ്രശ്നമല്ലേ ഉള്ളെന്ന് ചോദിക്കാണ്. അതെന്താണേലും ഇപ്പൊ നമ്മൾ കിടക്കുന്ന മുറിയോ ആരെങ്കിലും കിടക്കുന്ന മുറി കൊടുക്കാന്ന് പറയണം. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു അതും പറഞ്ഞു പിന്നെ അത് മാത്രല്ല വീടൊക്കെ അത്ര നല്ല വൃത്തിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു ഇനിയിപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും. ഗോമതി പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ബാലേട്ടാ, നമുക്കെല്ലാം ഒന്ന് പെയിന്റ് ചെയ്യാന്ന് പറയണം. പക്ഷേ പെയിന്റുകാരെ വിളിക്കണമെങ്കിൽ കുറെ പണം വേണ്ടേ ഗോമതി, ഇപ്പൊ തന്നെ എത്ര രൂപയെന്നറിയാം കല്യാണക്കാര്യത്തില്. അതെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പൊ അതും കൂടെ ചെയ്യാറുണ്ട് എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കാം. അവസാനം ബാലൻ പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇനിയിപ്പൊ ഈ കാര്യത്തിൽ ഒരു കുറവ് വരുത്തണ്ട, ഇനിയിപ്പൊ ഉടനെ ഒന്നൊരു കല്യാണം വരാനും പോകുന്നില്ല. മാത്രമല്ല നമ്മളോട് ഇഷ്ടത്തിന്റെ പേരില്ല ഉദയഭാനു സാറേ ഈ വിവാഹത്തിന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന തന്നെ, അല്ലെങ്കിൽ തന്നെ എത്രയോ ആൾക്കാർ കല്യാണം മുടക്കാൻ ചെന്നാ, എന്നിട്ട് പോലും ഉദയഭാനു സാർ നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നാ. അപ്പൊ ആ സാറിന്റെ മോൾ ഇങ്ങോട്ട് കയറി വരുമ്പോ അവൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല എന്ന് പറയണം. ഇത് കേട്ടത് മീനാക്ഷി പെറുപെറുക്കുവാണ്. പിന്നെ അവളെന്ന് വെച്ചാൽ രാജകുമാരിയല്ലേ ഇങ്ങോട്ട് വരാൻ പോണേ, അവൾക്ക് ഇത്രമാത്രം സുഖവും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാന് എന്ന് മീനാക്ഷി പെറുപെറുക്കുക. ആ സമയം ഗോമതി ചോദിച്ചു എന്താ മീനു? ഒന്നുമില്ല അമ്മയെന്ന് പറയണേ. പിന്നീട് ബാലൻ പോവാണ്. ബാലൻ പോയി കഴിഞ്ഞിട്ട് കടയിലേക്ക് എന്നിട്ട് ധർമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാം. വീടൊന്ന് പെയിന്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ. അവര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു അല്ല ഉദയഭാനു സാറ് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ആനന്ദിന് മുറി വേണ്ടേ, അതിനിപ്പോ എന്ത് ചെയ്യാ അളിയാന്ന് ചോദിക്കാം. അതിനെന്തേലും ഒരു വഴി കണ്ടെത്തണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മുറി കൊടുക്കാം. ഇപ്പൊ ഞാനും ഗോമതിയും പുറത്ത് കിടന്നാൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ല, ഞങ്ങള് ഹാളിലോ ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം, ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയാണ്. അങ്ങനെ ധർമ്മൻ എന്ത് ചെയ്യണം പെയിന്റ് മേടിക്കാൻ പോവാണ്. പെയിന്റ് മേടിക്കാൻ പോണ സമയത്ത് ആകാശിനെ ആരെയും കൂടെ വിളിക്കണം. അങ്ങനെ അവര് കടയിൽ പോയി പെയിന്റ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പെയിന്റ് ഒക്കെ ആയിട്ട് അവർ ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഗോമതിനെ വിളിക്കുകയാണ്, അമ്മയും കൂടെ വരാൻ പറയണം. ഗോമതി വന്ന് നോക്കുമ്പോഴത്തേനും അവർ പെയിന്റ് ഒക്കെ ആയിട്ട് ചാടി ഇറങ്ങി. അല്ല ഇതെന്താടെ പെയിന്റ് ഒക്കെ ആയിട്ട്? അതെ ഈ വീടൊന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ പോകാന്ന് പറയണം. നിങ്ങളാ? എന്താ ഞങ്ങൾ ചെയ്താൽ ശരിയാത്തില്ലെന്ന് ചോദിക്കണം. അതിനറിയാവോടാ, അതൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യുമെന്ന് പറയണം. പിന്നീട് പറഞ്ഞു ആരും മാറി നിൽക്കണ്ട, എല്ലാരും കൂടിക്കോ, ഇന്ന് തൊട്ട് കല്യാണത്തിന്റെ ജോലികൾ അങ്ങോട്ട് തുടങ്ങുമെന്ന് പറയണം. ആദ്യം വീടെ തന്നെ തുടങ്ങുക, ഇനിയിപ്പം വീട് മോടി പിടിപ്പിച്ചില്ലെന്ന് വേണ്ടാന്ന് പറയണം. ആ സമയത്ത് കൃഷ്ണമംഗലത്തു നിന്ന് അങ്ങോട്ടേക്ക് സരസ്വതിയമ്മ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. സരസ്വതിയമ്മ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പൊ ഗോമതിയുടെ ചോദിച്ചു ആരാ, മുമ്പേ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പെണ്ണിന്റെ വീട്ടുകാരായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു അതെ അവര് വീട് കണ്ടില്ലായിരുന്നു, അവര് വീട് കാണാനായിട്ട് വന്നായിരുന്നു പറയാണ്. എങ്ങനെയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം. ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും അമ്മ പറഞ്ഞു അതെ ഞാൻ കണ്ടായിരുന്നു, ജനലിൽ കൂടെ അവര് വരുന്നേം പോകുന്നു കണ്ടായിരുന്നു പറയും. പിന്നെ ഞാൻ ഇറങ്ങി വരായിരുന്നേ, അറിയാലോ ആ രാജശ്രീക്ക് ഒന്നും ഇഷ്ടപ്പെടത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങി വരായിരുന്നേന്ന് പറയാം. എന്നിട്ട് ഞാൻ കണ്ടായിരുന്നു പറയാം. നല്ല കൂട്ടരാമേ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഈ കല്യാണം മുടക്കാൻ എത്ര പേര് ശ്രമിച്ചാന്നറിയാവോ, എന്നിട്ട് പോലും ഉദയഭാനു സാറ് നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം
ഈ കല്യാണ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആനന്ദിന്റെ വിവാഹം മുടങ്ങിയാണെന്ന് പറയാം. എന്തുകൊണ്ടും ആനന്ദന് നല്ലൊരു ജീവിതമല്ലേ കിട്ടുന്നേ. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയാം. നല്ലൊരു പെൺകുട്ടിയല്ലേ കയറി വരാൻ പോകുന്നേ. അങ്ങനെ കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട്. പിന്നീട് ആര്യനും ആകാശവും അങ്ങനെ എല്ലാരും കൂടെ പെയിന്റ് ചെയ്യാൻ തുടങ്ങണേ. ആ സമയം മീനാക്ഷിയും മിത്രയും കൂടെ വന്നു. അങ്ങനെ ആര്യം പെയിന്റ് ചെയ്യുന്നിടത്തേക്ക് മിത്ര വരുവാണ്. മിത്ര ഒന്ന് നോക്കിയിട്ട് ആഹാ ആര്യന് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാനും ചോദിക്കും. ഇത് കേട്ടോ ആര്യം പറഞ്ഞു, പിന്നെ നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേന്ന് ചോദിക്കും. അപ്പം മിത്ര ഞാനും കൂടെ ഒന്ന് ചെയ്യട്ടെ എന്ന് ചോദിക്കും. എന്ത് പെയിന്റ് ചെയ്യാന്? അതിന് നിനക്കും വല്ല അറിയാവോ? പിന്നെ എന്ന് വെച്ച് ഇതൊക്കെ പഠിച്ചിട്ടല്ലേ എല്ലാരും ചെയ്യുന്നതെന്ന് ചോദിക്കും. അതെ വീട് കൊളമാക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പെയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് ആര്യം പറയണം. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിക്കുകയാണ്. അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.